പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇന്ത്യൻ തിരിച്ചടിയിൽ ഭയന്നുവിറച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. പത്രപ്രവർത്തകന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇന്ത്യയുടെ തിരിച്ചടി ഒഴിവാക്കുന്നതിനായി ചെയ്യേണ്ടതെല്ലാം ചെയ്തുവെന്നും പല വിദേശ രാജ്യങ്ങളുമായും UN-ലും ഈ വിഷയം അവതരിപ്പിച്ചു എന്നും അതിനൊന്നും ഇന്ത്യയുടെ നീക്കത്തെ തടയാൻ കഴിഞ്ഞില്ല എന്നും പരിതപിച്ചത്. ഇന്ത്യയുടെ ആക്രമണത്തിന് പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യയുടെ ആക്രമണം എത്ര ശക്തിയുള്ളതായിരിക്കും എന്നറിയില്ല എന്നും തിരിച്ചടിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ല എന്നും ഖ്വാജ പറയുന്നുണ്ട്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്നും ദൈവം രക്ഷിക്കട്ടെ എന്നും ഖ്വാജ പറഞ്ഞു നിർത്തി. എന്നാൽ പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. ഇന്ത്യയിൽ ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ ഇന്ത്യൻ സർക്കാർ തന്നെ ചെയ്യുന്നതാണ് ഇതൊക്കെ എന്നാണ് അയാൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സ്കൈ ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഖ്വാജ പറഞ്ഞത് കഴിഞ്ഞ 30 വർഷമായി പാകിസ്ഥാൻ ഭീകരവാദികളെ വളർത്തുന്നുണ്ടെന്നാണ്. അന്നൊക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യ ആക്രമിച്ചാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ആ ധൈര്യവും ആവേശവും ഒന്നും കാണാനില്ല. അതേസമയം ഇന്ത്യ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി സുരക്ഷാ ചർച്ചകൾ നടത്തി വരികയാണ്. ഇതിന് പിന്നാലെ ഓരോ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നുമുണ്ട്. പുതിയതായി പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യയിലൂടെയുള്ള വ്യോമപാത അടച്ചു. ഇത് ഇന്നു മുതൽ ബാധകമാണ്. ഇതോടൊപ്പം പാകിസ്ഥാനിലെ സെലിബ്രിറ്റികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. ഖ്വാജയുടെ വാക്കുകളിൽ പാകിസ്ഥാൻ അടുത്ത 24 മണിക്കൂറിൽ ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അയാളുടെ ഇന്നത്തെ വാക്കുകളിലേക്ക്. ये है कि इस वक्त जिस तरह टाइम गुजर रहा है तो इसके खतरात जो हैं वो बढ़ रहे हैं, कम नहीं हो रहे. बहरहाल इंटरनेशनल कम्युनिटी भी इस भागदौड़ में लगी हुई है कि कोई उस ममालिक भी, इस खित्ते के ममालिक भी, बड़ी ताकतें भी, कि ये क्लैश की सूरत हाल जो है अवर्ट हो जाए. अल्लाह करे उनके कोशिशों से जो है तो भारत को जो है तो अकल आए, क्योंकि जो उन्होंने इतनी बड़ी वारदात जो अपने मुल्क में की है, हमारी तो उसमें अगर कोई किसी को शक है तो जो शहबाज शरीफ ने कहा हुआ है ना कि जी आप इन्वेस्टिगेशन करा लें, इंटरनेशनल इन्वेस्टिगेशन करा लें, उसका उन्होंने कोई जवाब नहीं दिया.